ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കിയാലോ? അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നൈറ്റ് തന്നെ കുറച്ച് റൈസ് കുക്ക് ചെയ്ത് വെക്കണം. ഒന്നിരിക്കുക ബസ്മതി റൈസ് അല്ലെങ്കിൽ നോർമൽ റൈസ്. എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബോൺലെസ് പീസ് ചിക്കനാണ്. ചിക്കൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക്, കുരുമുളക്, സോയാ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ദെൻ നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ദെൻ ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ ഒരു 2 മുട്ടയും കൂടി ചിക്കിയെടുക്കാം. 2 മുട്ട ചിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ട് വരും. ഇനി നമുക്കൊരു പാൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ദെൻ കുറച്ച് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ കൈമിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ദെൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളകും സോയാ സോസും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇന്നലെ രാത്രി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, പിന്നെ കുറച്ച് എരിവാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ സെറ്റല്ലേ?